പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ഡാറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ 336ന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത് 2024 ഏപ്രിലാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 1 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും നമ്മൾ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോ മാർക്കാണ്. അതിൽ നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളതുണ്ട്, ട്രൂ ഓർ ഫാൾസ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വരുന്നുണ്ട്. +2 നമുക്ക് ടോട്ടൽ 100 മാർക്കിന്റെ പേപ്പറാണ് ഡാറ്റ എൻട്രി. അതിൽ 60 മാർക്ക് പ്രാക്ടിക്കൽ, 32 മാർക്ക് തിയറി, 8 മാർക്ക് അസൈൻമെന്റ്. അങ്ങനെ 60 + 32 + 8 ആണ്. 40 മാർക്കാണ് തിയറിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും അതിന് 32ലേക്ക് കൺവേർട്ട് ചെയ്യും. ഏകദേശം 12-13 മാർക്ക് നിങ്ങൾ എഴുതി പാസ്സായാൽ മതി. മൊത്തം 10 ചാപ്റ്ററാണ് നമുക്ക് വരുന്നത്. അതിൽ നമുക്ക് 6 ചാപ്റ്റർ നമുക്ക് പബ്ലിക് എക്സാമിന് പഠിക്കണം എന്നുള്ളതാണ്. അതിൽ തന്നെ വലിയ മാർക്കിന്റെ 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ഒക്കെ 2 മാർക്കിന്റെ ഒക്കെ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും 10ാമത്തെ ചാപ്റ്ററിൽ നിന്നും. 1 മാർക്കിന്റെ ഒക്കെ ഈ പറഞ്ഞ 6 ചാപ്റ്ററിൽ നിന്നും മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ 6ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നത് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. പരമാവധി ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഓരോ മാർക്കിന്റെ 1 വേർഡ് ഇംഗ്ലീഷിൽ തന്നെ എഴുതാം. കാരണം അത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളതും ട്രൂ ഓർ ഫാൾസ് ഇതൊക്കെയാണ് വരുന്നത്. 2 മാർക്കും 3 മാർക്കും 4 മാർക്കും മലയാളത്തിൽ വേണമെങ്കിൽ എഴുതാം. ഫസ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ചാർട്ട് ഈസ് യൂസ്ഡ്? ഏത് ചാർട്ടാണ്? പലതരത്തിലുള്ള ചാർട്ട് ഉണ്ട്. ഇത് നമുക്ക് എക്സലില് വരുന്ന ഭാഗമാണ്. 8ാമത്തെ ചാപ്റ്ററിലൊക്കെ വരുന്നതാണ്. വിച്ച് ചാർട്ട് ഈസ് യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഫ്ലക്ച്വേഷൻ വിത്ത് റെസ്പെക്ട് ടു സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻ, വ്യതിയാനങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് ഏത്? സ്കാറ്റർ ചാർട്ടാണോ, സ്റ്റോക്ക് ചാർട്ടാണോ, ബാർ ചാർട്ടാണോ, സർഫേസ് ചാർട്ടാണോ? അതിന്റെ കറക്റ്റ് ആൻസർ ബി ആണ്, സ്റ്റോക്ക് ചാർട്ട്. ഇനി 7ാമത്തെ ചോദ്യമാണ്, ഷോർട്ട് കട്ട് കീ ഫോർ ക്ലോസിംഗ്. ഒരു ഫയൽ ക്ലോസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+ ക്ലോസ് ആണോ, Ctrl+C ആണോ, Ctrl+W ആണോ, Ctrl+X ആണോ? അതിന്റെ ആൻസർ സി ആണ്, Ctrl+W. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം, ട്രൂ ഓർ ഫാൾസ് ആണ്, ശരിയോ തെറ്റോ എന്നുള്ളതാണ്. Ctrl+M കീ പ്രസ് ടുഗദർ ടു മൂവ്. ഒരു ടെക്സ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് Ctrl+M ആണ്. അത് തെറ്റാണ്, ഫാൾസ് ആണ്. ഫോർ മേക്ക് ദ ടെക്സ്റ്റ് സെന്റർ അലൈൻഡ്, ടെക്സ്റ്റ് സെന്റർ അലൈൻഡ് പ്രസ് Ctrl+C ആണ് ടെക്സ്റ്റ് സെന്റർ അലൈൻമെന്റിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ഫാൾസ് ആണ്. ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. 4 നമ്മൾ കൊടുത്തിട്ടുണ്ട് ട്രൂ ഫാൾസ്. അതിൽ 2 എഴുതിയാൽ മതി. ഇനി 2 ആണ്. സി എന്ന് പറയുന്നത് പ്രസ് ടാബ് കീ. ടാബ് കീ നമ്മൾ പ്രസ് ചെയ്യുന്നത് മൂവ് ദി കേഴ്സർ ടു ദി നെക്സ്റ്റ്. കേഴ്സർ മറ്റൊരു സെല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാബ് കീ ഉപയോഗിക്കുന്നത്. അത് ശരിയാണ്. 4ാമത് ഫോർ അൺഡൂയിങ് എ മിസ്റ്റേക്ക് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി പ്രസ് Ctrl+Z ആണ് നമ്മൾ അൺഡൂയിങ് മിസ്റ്റേക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ട്രൂ ആണ്. അപ്പോൾ ആദ്യത്തെ 2 ഫാൾസും പിന്നെ 3ഉം 4ഉം നമുക്ക് എന്ത് ചെയ്യണം, ട്രൂ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്മെന്റ്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, ഫൈൻഡ് കണ്ടെത്താനും പകരം മാറ്റി വെക്കാനൊക്കെ ഉപയോഗിക്കാം. ഒന്നിച്ച് രണ്ടിനും പാടെ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+H ആണ്. വെറും ഫൈൻഡ് മാത്രമാണെങ്കിൽ നമുക്ക് എന്താണ് Ctrl+F. അങ്ങനെയല്ല ചോദിക്കുക. രണ്ടിനും പാടെ ഉപയോഗിക്കുന്നതാകുമ്പോൾ Ctrl+H ആയിട്ടാണ് വരുന്നത്. ബി ആണ്, ഷോർട്ട് കട്ട് ഈസ് ഫോർ ഓപ്പണിംഗ് എ ഫയൽ. ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാ? Ctrl+O. ഫയൽ ക്യാൻ ബി സേവ്ഡ് ബൈ പ്രോസസർ. ഫയൽ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി, സാധാരണ സേവ് ചെയ്യാൻ വേണ്ടി Ctrl+S ആണ് സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 4ാമത്തത് ഫോർ റൈറ്റ് അലൈൻമെന്റ് ടെക്സ്റ്റ്, സെലക്ട് ടെക്സ്റ്റ് ടു പ്രസ്. റൈറ്റ് അലൈൻമെന്റ് ടെക്സ്റ്റ് ആകുമ്പോൾ നമ്മൾ ഏത് ഷോർട്ട് കട്ട് ആണ് ഉപയോഗിക്കേണ്ടത് എന്നതാണ് ഉപയോഗിക്കുന്നത്. Ctrl+R ആണ് ഉപയോഗിക്കുന്നത്. ഇനി 12ാമത്തെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ദി സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ്. സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എ ഫംഗ്ഷൻസ് ഈസ് കോൾഡ് എന്താണ്? ക്ലിപ്പ് 12ാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷണൽ ഡെലിസ്മെന്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്.
ഓക്കെ, എത്രയാണ് ഇതിൽ വരുന്നത്? ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കാം. 1.5 മാർക്കിന്റെ പരീക്ഷയാണ്. 2.5 മണിക്ക് തുടങ്ങിയാൽ 4 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് എക്സാം കഴിയും. ഓക്കെ, കുറഞ്ഞ മാർക്ക് നിങ്ങൾക്ക് പാസ്സാകാം. ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റിയ സബ്ജക്റ്റിന്റെ നമ്മുടെ മലയാളത്തിലുള്ള ഗൈഡുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് എല്ലാ വിഷയത്തിന്റെ ഗൈഡുകൾ അവൈലബിൾ ആണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ സോൾവുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ട്, ടെക്സ്റ്റ് മെസ്സേജായി ചോദിക്കാം. എല്ലാ വിഷയത്തിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. എല്ലാ വിഷയത്തിന്റെ ഗൈഡുകൾ ആവശ്യമുള്ള ഒരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അത് പോസ്റ്റ് വഴി നിങ്ങൾക്ക് സ്പീഡായിട്ട് അയച്ചു തരും. അതേപോലെ തന്നെ SSLC +2 അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് നമ്മൾ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നൽകുമ്പോൾ നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തത്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ്, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഇനി ആരെങ്കിലും വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് മൊബൈലിലോ കമ്പ്യൂട്ടറോ പരീക്ഷ എഴുതണമെങ്കിൽ ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 ഈ വരുന്ന മാർച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യുന്ന വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.